പഠനമൊക്കെ തുടങ്ങി. പക്ഷേ ആ കാലഘട്ടത്തിൽ SAP യുടെ ഒരു തുടക്കം EMEയിൽ തുടങ്ങി വെക്കുന്ന ആദ്യകാല സാരഥികളിൽ സഹദിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മിസ്റ്റർ അലക്സ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം ഇന്ന് ഒരുപാട് ഉന്നത നിലയിൽ SAP യുടെ ഒരു വലിയ പ്രൊഫഷണലായിട്ട് US സെറ്റിൽഡ് ആണ്. പിന്നെ സാധിക്കയുടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പഠിച്ചത് WM എന്ന് പറയുന്ന മോഡ്യൂളാണ്. ഞാൻ ഫോളോ ചെയ്തത് അതാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ഡെമോ പ്രോജക്റ്റ് എങ്കിലും ചെയ്യണം, എങ്കിലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മളെല്ലാം പഠിച്ച് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ ഒരു റിക്വയർമെന്റ് വേണം. ടീച്ചിങ് ആണ്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതെല്ലാം അറിയാനായിട്ട് അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു പ്രോജക്റ്റ് എങ്കിലും, ഒരു ഡെമോ പ്രോജക്റ്റ് എങ്കിലും ചെയ്യണം. ഏതൊക്കെ ഫേസസ് ഉണ്ടാവും. ഇപ്പോൾ SAPയുടെ ആക്ടിവേറ്റ് മെത്തഡ് അതാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ഡെമോ പ്രോജക്റ്റ് എങ്കിലും ചെയ്യണം, എങ്കിലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മളെല്ലാം പഠിച്ച് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ ഒരു റിക്വയർമെന്റ് വേണം. എങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ ഗ്രൂപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മെറ്റീരിയൽ മാസ്റ്ററിലുള്ള വാല്യുവേഷൻ ക്ലാസ് എങ്ങനെ ഡിസൈൻ ചെയ്യും, അതിന് നമുക്ക് തറവായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എങ്ങനെയാണ് അത് എഫ്ഐയിൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് പഠിക്കുന്ന നിർത്തിക്ക് എല്ലാവരും പറയാം. ഓക്കെ, സോ അങ്ങനെ ഫസ്റ്റ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. ലൈക്ക് ട്രെയിനറായിട്ട് FI കൺസൾട്ടൻറ്റ് ECCയിലായിരുന്നു ഞാൻ പഠിച്ചത്. ഫസ്റ്റ് വന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ മരിയൻ കോളേജ് എന്ന് പറയും. മരിയൻ കോളേജിലെ 100 പേരെ പഠിപ്പിക്കാനാണ് ഫസ്റ്റ് പ്രൊജക്റ്റ് കിട്ടിയത്. അതായത് സ്റ്റുഡൻസ് എന്നെക്കാട്ടും ഏജ് കൂടുതലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ മുക്കാലും അതായത് എൻ്റെ ഫസ്റ്റ് കരിയറിലെ എന്താ പറയുക, ഒരു ഐസ് ബ്രേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഇവിടുത്തെ സപ്പോർട്ടിൻ്റെ കാരണം ഞാൻ TCS അപ്ലൈ ചെയ്ത് TCSൽ ജോയിൻ ചെയ്ത് ലാസ്റ്റ് ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത്. നേരത്തെ ഇവിടുത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് കിട്ടിയത് സപ്പോർട്ട് പ്രോജക്റ്റ് എന്നായിരുന്നു ടാറ്റ. അപ്പം റിട്ടേൺ കിട്ടിയ ചിലപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ജോബ് ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 മേ ബി 20-25 ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാലറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് കൊടുത്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് വെറും 10,000-നാണോ അല്ലെങ്കിൽ 15,000-നാണോ നമ്മൾ പണിയെടുക്കുന്നത്? സ്റ്റാർട്ടിങ് ജോബ് കണ്ണടച്ച് എടുക്കുക. SAP നിങ്ങൾ ഇപ്പം കറസ്പോണ്ടിങ് ആണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള SAP റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരൊറ്റൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ സാലറി നോക്കേണ്ടത് ഫസ്റ്റത്തെ ജോബ്. SAP ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് കിട്ടിയാൽ കയറുക. എന്നിട്ട് 6 months അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് മാറിക്കോ, ഡബിളോ ട്രിപ്പിളോ കിട്ടും, അത് ഗ്യാരണ്ടി. നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി. ഇന്റർവ്യൂ ബോർഡിൽ അവരെ നമുക്ക് പറഞ്ഞ്